ഇന്ന് പേളി മാണിയുടെ മുട്ടക്കറി ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട് ട്ടാ. അതാണ് ഇത്ര സന്തോഷം. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാല്ല എങ്ങനെയുണ്ടെന്ന് ചോറിനൊപ്പം കഴിക്കുമ്പോഴേ. അപ്പോ ഇത് നോൺ വെജ് ആയിട്ടും വെജ് ആയിട്ടും കഴിക്കാമല്ലോ. അതിനകത്ത് മുട്ട ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെജ് ആയിട്ട് കഴിക്കണവർക്ക് കഴിക്കാം. അപ്പൊ ചേട്ടന് മുട്ട ഇടാതെ മാറ്റി വെച്ചിട്ട് ബാക്കിയിൽ ഞാൻ മുട്ട ഇട്ട് വെച്ചേക്കുന്നതാണ് ട്ടോ. അപ്പൊ ഇത് കുറച്ച് ആരെങ്കിലും കൊടുക്കുകയും ചെയ്യാലോ, പരീക്ഷണമാണല്ലോ ആദ്യത്തെ. അപ്പൊ നല്ല മണമൊക്കെ ഇരുന്നിട്ടാ. അപ്പൊ കഴിച്ചു നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇത് എനിക്ക് തോന്നുന്നു ചോറിനൊപ്പം മാത്രമല്ല, നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കൂടെ കൂട്ടാൻ പറ്റണ ഒരു കറിയാണ് ട്ടാ. പേളിമാണിയുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണേ. സംഭവം അടിപൊളിയാണ് ട്ടാ. ഇത് കഴിക്കുന്ന ആർക്കും തോന്നൂല ഇതിനകത്ത് പരിപ്പും തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന്. ഒരു വെറൈറ്റി ഡിഷാണ് ട്ടാ ഈ ഒരു മുട്ടക്കറി. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ രാത്രിത്തെ പരിപാടിയാണ് ട്ടാ ഇത്. അപ്പൊ എല്ലാവരും വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇടണം പറഞ്ഞു വിടുന്ന. അവനോട് ഭയങ്കര ബഹളമുണ്ട്. എല്ലാ ദിവസവും നമ്മ മാത്രം മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടാറില്ല എന്ന് പറഞ്ഞ് കരയും. ഞാൻ നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് എല്ലാവരും ചെയ്യല്ലേ. അപ്പൊ കുഞ്ഞിന്റെ വിചാരം ഇതെന്തോ എല്ലാവരും ചെയ്യേണ്ട എന്തോ കാര്യം എന്നാണ്. അപ്പൊ ഇട്ടിട്ട് മഞ്ഞ കളർ വന്ന്. അപ്പൊ ഇത് കളർ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കേട്ടാ. ആരൊക്കെയോ പറഞ്ഞു സോപ്പ് ഓയിൽ ഒഴിച്ച് ചുമന്ന കളറാവുന്നു. പക്ഷെ ചുമന്ന കളറൊന്നും വന്നില്ല കേട്ടാ. അപ്പൊ അവനോട്ട് നോക്കി കുറെ നേരം എടുത്തിട്ട് ഒന്നും കാണാനില്ല, സംഭവിച്ചില്ല. എന്താണ് വന്നില്ലേ നമ്മടാ എല്ലോ ഒന്നില്ലേ? ചോദ്യം വന്നില്ല, ടീം വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല.